അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. നമ്മുടെ ബയോ പ്ലസ് ടുവിൽ ബയോ മാത്സ് അല്ലെങ്കിൽ ബയോ സയൻസ് എടുക്കുന്നവർക്കായാലും കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവർക്കായാലും യൂസ്ഫുൾ ആണ്. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവർക്ക് ഫിസിക്സിൽ വരുന്നുണ്ട്, കമ്പ്യൂട്ടറിലും വരുന്നുണ്ട്. ബയോ മാത്സ് അല്ലെങ്കിൽ ബയോ സയൻസ് എടുക്കുന്നവർക്ക് എന്താണ് അത് ഫിസിക്സിൽ മാത്രമേ ടോപ്പിക്കായിട്ട് വരും. ഇനി ബിടെക് എടുക്കുന്ന എല്ലാ ബ്രാഞ്ചസിലുള്ളവർക്കും ഒരു ബേസിക്സ് ഓഫ് പേപ്പറിൽ ഇത് വരുന്നുണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ പേപ്പർ ആയിരിക്കും ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് എടുക്കുന്നവർക്ക്. ഓക്കെ, അങ്ങനെ നോക്കിയാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടന്റാണ് ഇതിൻ്റെ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, കുറച്ച് ബേസിക്സ് ഉണ്ട്. ആ ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇതിൻ്റെ ഓരോ ഇതിനും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കിത് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, ആദ്യം പറയുന്നത് എന്താണ്? ഗേറ്റ് ഈസ് എ സർക്യൂട്ട് വിച്ച് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ഇൻപുട്ട്സ് ബട്ട് ഓൺലി വൺ ഔട്ട്പുട്ട്. എത്രത്തോളം ഇൻപുട്ടുകൾ വേണമെങ്കിലും ഒരു ഗേറ്റിൽ ആവാം, പക്ഷേ ഔട്ട്പുട്ട് എപ്പോഴും ഒരു സിംഗിൾ ഔട്ട്പുട്ട് ആയിരിക്കും, ഒറ്റ ഔട്ട്പുട്ടേ വരുന്നത്. ഓക്കെ, ഈ ദീസ് ഗേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മെമ്മറി യൂണിറ്റ്സ് ആണ്. അപ്പോൾ അറിയാം, ഇലക്ട്രോണിക്സിൽ പിന്നെ റാം, റോം എന്തൊക്കെയായാലും ട്രാൻസിസ്റ്റർ ഇതെല്ലാം ബേസിക്സ് ആണ്. അതിൻ്റെ എല്ലാം മെമ്മറി യൂണിറ്റുകളുടെ ഒരു ബേസ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ അതിനെല്ലാം യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഈ ലോജിക് ഗേറ്റ്സ് ആണ്. ഇവിടെ രണ്ട് കണ്ടീഷൻസ് ആണ് സിഗ്നൽസിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, നോർമലി പോസിറ്റീവ് സപ്ലൈ എന്ന് പറയുന്നത് പ്ലസ് വി എസ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടും സീറോ വോൾട്ടേജ് എന്ന് പറയുന്നതിന് ഫാൾസ് ആയിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എത്ര ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ലോജിക് ഗേറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻഡ് ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്, ഓർ ഗേറ്റ് ഉണ്ട്, നാൻ ഗേറ്റ് ഓർ നോട്ട് ആൻഡ് ഗേറ്റ് ഉണ്ട്, നോർ ഗേറ്റ് ഓർ നോട്ട് ഓർ ഗേറ്റ് ഉണ്ട്. ഇത് ചിലതിനൊക്കെ ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിച്ചാൽ നമ്മുടെ ട്രാഫിക് സിസ്റ്റംസിൽ അതിൽ നമുക്കറിയാം ടൈമർ ഒരിടത്ത് കാണിക്കും, ടൈമർ കാണിക്കുന്നു, അതിനുശേഷം സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, ഗ്രീൻ ടു റെഡ്, റെഡ് ടു ഗ്രീൻ ആവുന്ന ഒരു സിസ്റ്റം. അവിടെ നിങ്ങൾക്ക് അറിയാം രണ്ടും ആ ടൈമർ ലോ ആയി സീറോ ആയി ഡിക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ എന്ത് പറ്റുന്നുള്ളൂ, സിഗ്നൽ കൺവേർഷൻ നടക്കുന്നുള്ളൂ. അതായത് റെഡ് ടു ഗ്രീൻ, ഗ്രീൻ ടു റെഡും അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു ആൻഡ് ഗേറ്റിൻ്റെ ലോജിക്കാണ്. ഓക്കെ, ഇനി ഓർ ഗേറ്റ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഓർ ഗേറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് പറയാം, നമ്മൾ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ട് അല്ലേ. നമ്മൾ മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ്സിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് പോകുന്നത്, ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലോട്ട് പോകണം. അപ്പം നിങ്ങളവിടെ ബേസിക്കായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്ന ഒരാൾക്ക് ഫോർത്ത് ഫ്ലോറിലോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് 4 എന്ന് നിൽക്കുക, നമ്മളെ എത്തിക്കുന്നു. അതിന് പകരം ഇങ്ങനെ ആയിരുന്നെങ്കിലോ, അതായത് അത് ആൻഡ് ആയിരുന്നെങ്കിൽ, ആൻഡ് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ? ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരാൾ ഫോർത്തിലും ഞെക്കണം, ഫോർത്തിലുള്ള ഒരാൾ ഗ്രൗണ്ടിൽ ഞെക്കിയാൽ മാത്രമേ മൂവ് ചെയ്യൂ എന്നൊരു കണ്ടീഷൻ വന്നേനെ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്താൽ അത് ഹൈ ആയിട്ട് കാണിക്കുന്ന ഓർ ഗേറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോട്ട് ഗേറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നോട്ട് ഗേറ്റ് എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഹൈ കൊടുത്താൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും, ഇൻപുട്ട് ലോ കൊടുത്താൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇൻവെർട്ടർ എന്നൊക്കെ പറയാം. നമ്മളെ ഇൻവെർട്ടർ എന്ന് പറയുന്ന മെക്കാനിസം ഉണ്ടല്ലോ, അതാണ് അവിടെ നടക്കുന്നത്. പിന്നെ നാൻ ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ അറിയാം, നോട്ട് ആൻഡ് ഗേറ്റ് ആണ്. അതായത് ആൻഡ് ഗേറ്റിൻ്റെ ഇൻവെർട്ടറിങ് പ്രോപ്പർട്ടീസ് അല്ല ഇൻവെർട്ട് ചെയ്ത് മാറ്റുന്ന ഒരു സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്? നാൻ ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ഓർ ഗേറ്റിൻ്റെ ഇൻവെർട്ടഡ് ആയിട്ടുള്ള കണ്ടീഷനെയാണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നോട്ട് ഓർ ഗേറ്റ് എന്നാണ്. അപ്പം ബേസിക്കലി ഈ ലോജിക് ഗേറ്റ്സ് എല്ലാം ഇങ്ങനെ ആണ്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് എന്താ പറയുക, റിയലൈസ് ചെയ്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാണുമല്ലോ നിങ്ങൾക്ക്, എന്താണ് ഇതിൻ്റെ ടെക്നോളജി എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റി മുൻനിർത്തി മുന്നോട്ട് പോവുക. പഠിക്കുന്നതെല്ലാം കാണാതെ പഠിക്കുകയല്ല വേണ്ടത്, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക. കാരണം ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നാളെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോഴോ, ഗേറ്റ് എക്സാമിന് പോകുമ്പോഴോ, UPSCക്കോ PSCക്കോ SSCക്കോ ഏതൊരു എക്സാമിനും കൂടെ പോകുമ്പോൾ നിങ്ങളത് റിയലൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റ് ആണ്. ഞാൻ ആൻഡ് ഗേറ്റിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ബോത്ത് ഇൻപുട്ട് ഹൈ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ഹൈ തരുന്നു. അതിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ കണ്ടാലോ, എയും ബി എന്ന് പറയുന്ന ഇൻപുട്ട്സ് ആണ്, ക്യൂ എന്ന് പറഞ്ഞ ഔട്ട്പുട്ടാണ്. ഏതൊരു ലോജിക് ഗേറ്റ്സിലും ഈ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എയും ബിയും, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ക്യൂ എന്നുള്ളൊരു ഇതാണ്. അത് മാറുന്നില്ല. ഓക്കെ, ആൽഫബറ്റ്സ് അതിൽ കൊടുക്കുന്ന ഇത് മാറാം. ഇപ്പം നിങ്ങൾ വേറെ കുറേ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുമ്പോൾ ചിലപ്പോൾ UV എന്നോ എങ്കിലൊക്കെ ആകാം, വേരിയബിൾസ് മാറുമെങ്കിലും
ആക്ച്വലി ദ കൺസെപ്റ്റ് ഈസ് ദാറ്റ് എയും ബിയും അല്ലെങ്കിൽ 2 ഇൻപുട്ട് കൊടുക്കുന്നു, ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. അതായത് ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആണ്, മനസ്സിലായോ? കണ്ടീഷൻ ചെക്കിംഗ് ആണ് ഈ ലോജിക് ഗേറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻ ചെക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം ഈ പ്രോഗ്രാമിങ്ങിൽ വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പൈതൺ ആയാലും C++ ആയാലും ജാവ ആയാലും ഏതൊരു ഇതെന്ന് പറയുമ്പോൾ അവിടെ ഇഫ് എൽസ് എന്നൊക്കെ പറയുന്നത് അതൊരു കണ്ടീഷൻ ചെക്ക് അല്ലേ. അവിടെ എല്ലാം ആ കണ്ടീഷൻ ചെക്കിൻ്റെ ഒരു ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ തന്നെയാണ് ഈ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ അറിയാം രണ്ടും ഹൈ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുന്നു, നമ്മൾ ഔട്ട്പുട്ട് ഹൈ കാണിക്കുന്നു. ട്രൂത്ത് ടേബിൾ നോക്കുമ്പോൾ അറിയാം കേട്ടോ, 0 0 കൊടുത്താൽ 0 തരുന്നു, 0 1 കൊടുത്താൽ 0 തരുന്നു, 1 0 കൊടുത്താൽ 0 തരുന്നു, 1 1 കൊടുത്താൽ 1 വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ട്രാഫിക് സിഗ്നൽസിൽ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം. അതായത് അവിടെ ടൈമർ എന്ന് പറയുന്നത് ഇപ്പോൾ 30 സെക്കൻഡാണ് സെറ്റ് ചെയ്തേക്കുന്നത്. 30 to 0 എത്തുന്ന സമയം മാത്രം റെഡ് ടു ഗ്രീനോ ഗ്രീൻ ടു റെഡോ എന്ന് പറയുന്ന കൺവേർഷൻ നടക്കുന്നു. ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അവിടെ പ്രവർത്തിക്കുന്ന ലോജിക്ക്, അതായത് ഒരു ലോജിക്ക്, അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഒരു ലോജിക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻഡ് എന്ന് പറയാം. മാത്രമല്ല ആൻഡ് എന്ന് പറയുന്നതിന് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആൻഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റുകളിലൊക്കെ പറയും ബോത്ത് എ ആൻഡ് ബി, കമ്പ്യൂട്ടേഷൻ പെർമ്യൂട്ടേഷൻസിലൊക്കെ, കമ്പ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അതിൽ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനും ഓർ എന്ന് പറഞ്ഞാൽ അഡീഷനും, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇതിലുണ്ട്. കാരണം മാത്സിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന അഡീഷനും മൾട്ടിപ്ലിക്കേഷനും, അതിൽ നിന്നാണ് സബ്ട്രാക്ഷൻ ഡിവിഷനൊക്കെ അതേ തന്നെ ഡെറൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതെല്ലാം ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഹാർഡ്വെയറിൽ വിത്ത് ഹെൽപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെൻസും കൂടി ഇതിനുണ്ട് എന്ന് മനസ്സിലാകും. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറാണ്. അതായത് നമ്മൾ എന്ത് കൊടുക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് കാണിക്കുന്നു. ഇൻപുട്ട് ഹൈ കൊടുത്താൽ ലോ കാണിക്കുന്നു ഔട്ട്പുട്ട്, ഇൻപുട്ട് ലോ കൊടുത്താൽ ഔട്ട്പുട്ട് ഹൈ കാണിക്കുന്നു. അതിൻ്റെ ട്രൂത്ത് ടേബിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു ഇൻപുട്ടേ ഉള്ളൂ. ബേസിക്കലി ഒരു ഇൻപുട്ട് മാത്രം വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിൻ്റെ ഒരു ബേസിക് ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ലോജിക്കൽ ഗേറ്റ് ആണ്. മാത്രമല്ല ഇതിൽ നമ്മൾ പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബേസിക് ലോജിക് ഗേറ്റ് നമുക്ക് ആൻഡ് ഓർ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സിനെ നോട്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നാൻഡ് നോർ എന്ന് പറയുന്ന ഒരു പുതിയ 2 ലോജിക് ഗേറ്റ്സ്, പുതിയൊരു കണ്ടീഷൻ ചെക്കിങ് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കും ഒരു ബേസിക് ക്വസ്റ്റ്യൻ ഇതാണ്, യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൻഡും ഓറും തന്നെയാണ്. ഓക്കെ, അവിടെ നോട്ട് എന്ന് പറയുന്ന ഒരു ഗേറ്റ് വെച്ച് പിന്നെ നമ്മൾ പുതിയ ലോജിക് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. ഒരു കോമ്പിനേഷൻ സർക്യൂട്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നോട്ട്. ഓക്കെ, അപ്പോൾ നോട്ടും ഒരു ബേസിക് ഒരു ഫണ്ടമെൻ്റൽ തന്നെയാണ്. അത് യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അത് യൂണിവേഴ്സൽ ഗേറ്റ്സിൻ്റെ കണ്ടീഷൻസ് മാറ്റി യൂണിവേഴ്സൽ ഗേറ്റ്സിനെ കുറച്ചുകൂടെ അഡാപ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കുറച്ചുകൂടെ കമ്പ്യൂട്ടേഷൻ ഓപ്പറേഷൻസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്ന ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡിഷൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 2 ബൈനറി ഇൻപുട്ട്സിൻ്റെ അഡിഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓർ ഗേറ്റ് എന്ന് പറയുന്നത് 2 ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, എനി ഓഫ് ദ ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ആവുന്നു. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയ ഔട്ട്പുട്ടും ഹൈ കാണിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം. അവിടെ നമുക്ക് അറിയാം ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിലോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തിരുന്നാൽ മതി, താഴെയുള്ളവൻ മുകളിലോട്ട് പോകുമ്പോൾ അത് കൊടുത്തിരുന്നാൽ മതി. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കുന്നു. അത് ആൻഡ് ഓപ്പറേഷൻ ആണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നെങ്കിലോ താഴെയുള്ളവൻ മുകളിൽ പോകുമ്പോൾ മുകളിലുള്ളവൻ താഴെയും വരുന്ന ആ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്യേണ്ടി വന്നേനെ. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ലോജിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറഞ്ഞ ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ കണ്ടില്ലേ, ബോത്ത് 0 ആകുമ്പോൾ 0 ആണ്, എനി ഓഫ് ദം ഹൈ ആകുമ്പോൾ ഹൈ ആണ്. രണ്ടും ഹൈ വന്നാലും ഹൈ ആണ് കാണിക്കുന്നത്, കാരണം എനി ഓഫ് ദം ഹൈ വന്നാലും ഹൈ ആണ്. ഓക്കെ, അല്ലാതെ വന്നാലും ഹൈ ആണ് കാണിക്കുന്നത്. ഇനി അടുത്ത പറയുന്നത് നാൻഡ് ഗേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു നാൻഡിൻ്റെ എക്സ്പാൻഷൻ എന്താണ്, നോട്ട് ആൻഡ് ആണ് അല്ലേ. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് ബൈനറി ഇൻപുട്ട്സ് ആറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ആൻഡ് റിസൾട്ട്. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു, അതിൻ്റെ റിസൾട്ട് ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നാൻഡ് ഗേറ്റുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നാൻഡ് ലോജിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻവെർട്ടർ ആണല്ലോ നാൻഡ് ഗേറ്റ്. അപ്പോൾ ഒരു ഇൻവെർട്ടിങ് സൈൻ, ഒരു 0 ഒരു ഉണ്ട, ബബിള്, അത് നമ്മൾ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കും. അതിൻ്റെ സിമ്പൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം സംഗതി ആൻഡ് ഗേറ്റ് തന്നെ, അതിൽ ആ ഉണ്ടയും കൂടെ കൊടുക്കുമ്പോൾ അതൊരു നാൻഡ് ഗേറ്റ് ആയിട്ട് മാറും. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, ബോത്ത് ഇൻപുട്ട് എന്താണ് ലോ ആകുമ്പോൾ ഇൻപുട്ട് ഹൈ കാണിക്കുന്നു,
എനി ഓഫ് ദ ഇത് കാണിക്കുമ്പോൾ ഹൈ ആവുന്നു. പക്ഷേ ബോത്ത് 1 ആയി ഹൈ കാണിച്ച സമയത്ത് ആൻഡിൽ കാണിച്ചത് ഹൈ ആണെങ്കിൽ ഇവിടെ ലോ ആണ്. കാരണം ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഗേറ്റ് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓർ ഗേറ്റ് ആണ്. ഔട്ട്പുട്ട് ഓഫ് ദ ഗേറ്റ് ആർ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നോർ ഗേറ്റ് നടക്കുന്നത്. അപ്പം അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഓർ ഗേറ്റ് എന്ന യൂണിവേഴ്സൽ ഗേറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ടും ആഡ് ചെയ്ത് അതിനെ വേറൊരു സിസ്റ്റത്തിലേക്ക് മാറ്റി വേറൊരു ലോജിക്ക് അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തു. ഓക്കെ, ദിസ് ഈസ് ആൻ ഓർ ഗേറ്റ് വിത്ത് ദ ഔട്ട്പുട്ട് ഇൻവെർട്ടർ. ഔട്ട്പുട്ട് ഇൻവെർട്ട് ചെയ്ത ഒരു ഓർ ഗേറ്റ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഓർ ഗേറ്റിന്റെ സിമ്പിൾ ഒരു ഉട്ടാൻ കൂടെ കൊടുക്കുമ്പോൾ അതിന്റെ സിമ്പിളായി. വളരെ സിമ്പിളായി. ആ കൺസെപ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓർ പ്ലസ് നോട്ട് അല്ലേ നോർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നോറിന്റെ ട്രൂത്ത് ടേബിൾ. ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്ന ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ മിസ്റ്റേക്ക് ആണ്. അതിന് മുമ്പ് നമുക്ക് പറയാം, ഔട്ട്പുട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ ആവുന്ന എപ്പോഴാണ്? ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ബിയും ട്രൂ ആകുമ്പോൾ മാത്രമാണ്. ഓക്കെ, ഇനി ഈ നോർ ഗേറ്റ് എന്ന് പറയുന്നത് 2 or more ഇൻപുട്ട്സ് വരും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ആവുന്നത് നോ ഇൻപുട്ട്സ് ആർ ട്രൂ. ഒരു ഇൻപുട്ടും ട്രൂ ആവാത്ത കേസിൽ മാത്രമാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം നോർ ഗേറ്റിൽ എന്തൊക്കെയായിരുന്നു? എനി ഓഫ് ദി ഇൻപുട്ട് ഹൈ ആണെങ്കിൽ അവിടെ എന്താണ്? നമുക്ക് 0 ആണ് തന്നിരുന്നത്. അല്ലെങ്കിൽ എനി ഓഫ് ദി ഇൻപുട്ട് ഹൈ ആകുമ്പോൾ നമുക്ക് ഹൈ വാല്യൂ തന്നെയാണ് വന്നെങ്കിൽ നോർ ഗേറ്റിനെ സംബന്ധിച്ചോളം എനി ഓഫ് ദ ഇത് ഹൈ ആവുന്ന സമയത്ത് എല്ലാം 0യും കാണിക്കും. ബോത്ത് ദ ഇൻപുട്ട് ട്രൂ ആവുന്ന സമയത്ത് എന്താണ്? ബോത്ത് ദ ഇൻപുട്ട് നോട്ട് ട്രൂ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ട്രൂവും കാണിക്കും. അതായത് ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ട്രൂത്ത് ടേബിൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതിലും മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബോത്ത് ഇത് 0 വരുന്ന സമയത്ത് മാത്രം ഹൈ ആവുന്നു. 1 വരുമ്പോൾ 0 ആണ്, 10 വരുമ്പോൾ 0 ആണ്, 11 വരുമ്പോൾ 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഓർ ഗേറ്റ് ആയാലും ആൻഡ് ഗേറ്റ് ആയാലും 0 എന്ന് പറയുന്നത് വരുമ്പോൾ 0 എന്ന് വരുമ്പോൾ അത് എന്താണ്? ഒന്നിൽ 0 കാണിക്കുന്നു, ഒന്നിൽ 1 കാണിക്കും. ഓക്കെ, അതല്ലാതെ ബോത്ത് ഇൻപുട്ട് 1 വരുമ്പോഴും ഹൈ കാണിക്കുന്നു, ബോത്ത് ഇൻപുട്ട് ഹൈ വരുമ്പം ഓറിലായാലും ആൻഡിലായാലും എന്താണ്? ഹൈ ആണ് കാണിച്ചത്. പക്ഷേ അത് യൂണിവേഴ്സൽ ഗേറ്റ്സിൽ. അപ്പോൾ പക്ഷെ എന്താണ് പറയുന്നത്? നമ്മൾ നോറ് ഇൻവെർട്ടർ ചെയ്ത നോറായാലും നാൻഡ് ആയാലും എന്താണ് കാണിക്കുന്നത്? അവിടെ ലോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അഡിഷൻ ഓപ്പറേഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആയാലും 2 ഇൻപുട്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ വരുന്നു. അത് ഇൻവെർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ലോ ആണ് വരുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ബേസിക് ലോജിക്ക്. അതും കൂടെ നിങ്ങളെ മൈൻഡിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നതാണ് കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള സിഗ്നൽസ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്. അതിന് ലോജിക്കിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്. ആൻഡ് ഗേറ്റ് ആകുമ്പോൾ ആൻഡ് സിമ്പിളുണ്ട്. ഓക്കെ, നോട്ട് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 1 ഇൻവെർട്ടർ സൈന്. ഓക്കെ, ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നാൻഡ് ഗേറ്റ് ആകുമ്പോൾ ആൻഡ് ഇൻവെർട്ടഡ് ആണ്. നോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, അവിടെ എന്താണ്? ഇൻവെർട്ടഡ് ആണ്. ഇതാണ് ഒരു ലോജിക് ഗേറ്റ്സിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ട്രഡീഷണൽ സിമ്പിൾസ് ആണ് ഇപ്പോഴത്തെ IEC, അതായത് ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ. നമുക്ക് എപ്പോഴും അറിയാം സർക്യൂട്ട്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സിംബോളിക്കായിട്ട് അതിൻ്റെ സർക്യൂട്ട് സിമ്പിൾസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരിക്കലും എല്ലാ കമ്പോണൻസും എടുത്ത് വെച്ച് എക്സ്പാൻഡ് ചെയ്താണോ വരയ്ക്കുന്നത്? അതല്ലല്ലോ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാണ്? നമ്മൾ നോർ ഗേറ്റിനെ പറ്റി പഠിച്ചു, നാൻഡ് ഗേറ്റിനെ പറ്റി പഠിച്ചു, യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ടുള്ള ഓറിനെയും ആൻഡിനെയും പറ്റി പഠിച്ചു, നോട്ട് ഗേറ്റിനെ പറ്റി പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചു, എവിടെയെല്ലാം അത് യൂസ്ഫുൾ ആവുന്നു. പിന്നെ ഇത് നമുക്ക് എവിടെയെല്ലാം യൂസ്ഫുൾ ആവുന്ന പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് സെക്ഷൻ, സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ കോഡ് ചെയ്യുന്ന കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്ത് ഫെച്ച് ചെയ്ത് ഹാർഡ്വെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സമയത്ത് ഇംപ്ലിമെൻ്റ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ ബോത്ത് കേസസ് ഇതെല്ലാം നമുക്ക് ആവശ്യം വരും. ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ 2 ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്? 0 കൊടുത്തത് എങ്ങനെയാണ്? അത് നിങ്ങൾക്ക് തറവായാവാൻ വേണ്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഇത്തരം പഠിച്ച ലോജിക്കുകൾ വെച്ച് ഏതെല്ലാം എന്താണ് ലോജിക് സർക്യൂട്ട്സ് ആണ് അവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാലോ, ഏതെല്ലാം ഗേറ്റ്സ് ആണ് വന്നേക്കുന്നതെന്ന് ആ സിമ്പിൾ നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതിലെങ്ങനെയൊക്കെയാണ് വരുന്നത് ആ സിമ്പിൾ എടുത്ത് ഇതൊരു കോമ്പിനേഷണൽ സർക്യൂട്ട്സിൻ്റെ ഇതാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, എൻ്റെ രണ്ടാമതൊരു സർക്യൂട്ടും കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം മാക്സിമം ഇങ്ങനെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക, കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണെന്ന് വിശ്വാസത്തോടു കൂടി. അപ്പോൾ ഇന്നത്തെ ദിവസം ഹാവ് എ നൈസ് ഡേ.
താങ്ക് യു.